ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാട്ടത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. 7 ദിവസത്തിനുള്ളിൽ നിധിയെയും സുധീഷിനെയും തമ്മിൽ പിരിക്കുമെന്ന് സുധീഷിനെ വെല്ലുവിളിച്ച രാജീവ് സ്നേഹ അഭിനയിച്ച് കിളിക്കൂട്ടിലെത്തുകയും നിധിയെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയുമാണ്. നിധിയുടെ മുന്നിൽ സുധീഷിനോട് വലിയ സ്നേഹം കാണിക്കുകയാണ് രാജീവും കുടുംബവും. നിധി ഇല്ലാത്ത സമയത്ത് അവർ സുധീഷിനെ അപമാനിക്കുകയും ചെയ്യുന്നു. നിധിയും തന്നെയും അകറ്റാൻ രാജീവ് എന്തോ ഒരു പ്ലാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് സുധീഷ് സംശയിക്കുകയാണ്. രാവിലെ അടുക്കളയിൽ കയറി ചായ ഇട്ട് രാജീവിന് ചായ കൊണ്ട കൊടുക്കുകയാണ് നിധി. അച്ഛാ, ഞാൻ ഉണ്ടാക്കിയ ചായയാണെന്ന് നിധി പറയുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, വിശ്വസിച്ച് കുടിക്കാമോ? കുടിച്ചു നോക്കുന്ന നിധി പറയുമ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതാടാന്ന് പറഞ്ഞ് രാജീവ് സന്തോഷത്തോടു കൂടി ചായ എടുത്തു കുടിക്കുകയാണ്. സാന്ദ്രയ്ക്കും ഹേമയ്ക്കും ചായ കൊണ്ട കൊടുക്കുകയാണ് നിധി. ഹേമ പറയുന്നു, ചായ നന്നായിട്ടുണ്ടടി, നീ ഇത്ര നന്നായിട്ട് ചായയൊക്കെ ഉണ്ടാക്കുമോ? രാജീവ് പറയുകയാണ്, ഹേമേ, നിന്റെ മോള് നിന്നെക്കാട്ടിൽ നന്നായി ചായ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇഞ്ചിയൊക്കെ ചേർത്താണല്ലോ ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. നിന്റെ അമ്മ ഒരു ദിവസം പോലും ഇങ്ങനെ ചായ ഉണ്ടാക്കി തന്നിട്ടില്ല. ഹേമ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഞാൻ ചായ ഉണ്ടാക്കി തന്നാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ചായ ചോദിച്ചോണ്ടിരിക്കും. പിന്നെ എനിക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഏട്ടത്തി എന്തോന്നും പറയാത്തേന്നാ നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ്, സൂപ്പർ ആയിട്ടുണ്ട് നിധി. നിധി പറയുകയാണ്, ഇതുപോലെ ചായ ഉണ്ടാക്കാൻ പഠിക്കാൻ ഞാൻ എന്ത് ശ്രമിച്ചെന്നറിയുമോ? അവിടെയുള്ള എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യും. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി ഇങ്ങനെ നല്ലൊരു ചായ ഉണ്ടാക്കാൻ പഠിച്ചു. ഹേമ ചോദിക്കുന്നു, ചായ മാത്രമേ നീ ഉണ്ടാക്കുകയുള്ളോ അതോ പാചകവും നീ ആണോ? നിധി പറയുകയാണ്, അമ്മേ, ഞാൻ ആ കിച്ചന്റെ ഭാഗത്തേക്ക് പോലും പോകേണ്ട കാര്യമില്ല. എന്റെ ഒരു കിച്ചണിൽ കയറ്റില്ല. ചായ ഉണ്ടാക്കാൻ പോയാൽ എന്റെ പിന്നാലെ അവിടെ വരും. മോൾ എന്തിനാ ചായ ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കി തരാമെന്ന് സുഭാഷേട്ടൻ പറയും. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് രാജീവ് കണ്ണു കാണിക്കുമ്പോൾ ഹേമ ചോദിക്കുന്നു, നിധി, നിന്റെ ഭർത്താവിന് ചായ കൊടുത്തില്ലേ? നിധി പറയുകയാണ്, സുധീഷ് ഇതുവരെ എഴുന്നേറ്റില്ല. ഞാൻ ഇപ്പൊ ചെന്ന് നോക്കിയതേ ഉള്ളൂ. രാജീവ് പറയുകയാണ്, മോളെ, നീ എന്താ ഇത്ര ചെറിയ കപ്പിൽ അച്ഛന് ചായ കൊണ്ടു തന്നത്? കുറച്ചുകൂടി വലിയ കപ്പി കൊണ്ടു തരത്തില്ലായിരുന്നോ? നിധി പറയുകയാണ്, അച്ഛന് 11 മണിക്ക് ഞാൻ ഒരു ചായ കൂടി ഉണ്ടാക്കി തരാം. മോളെ, നിന്റെ അമ്മ ഒന്ന് ശ്രദ്ധിച്ച് എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. നിധി ചോദിക്കണ, അമ്മ എന്തിനാ അച്ഛനെ നോക്കി പേടിപ്പിക്കുന്നത്? അമ്മയെ ഞാൻ പഠിപ്പിക്കാം ഇതേപോലെ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഹേമ ചോദിക്കുന്നു, നീ എന്നെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നോ? നിന്നെ ഞാൻ പറഞ്ഞ് ഹേമ നിധിയുടെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ്. നിധി അവിടെ ഒന്ന് ഓടിപ്പോകുമ്പോൾ പിന്നാലെ ഓടിച്ചെന്ന് നിധിയെ പിടിക്കുകയാണ് ഹേമ. ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സാന്ദ്രയും രാജീവും നിഹാരികയും. ഈ സമയം കാലിന്റെ വേദന സഹിക്കാനാകാതെ പതിയെ വീട്ടിലേക്ക് വരികയാണ് അരുൺ. ഇത് കണ്ട് ടെൻഷനോടുകൂടി അരികിലേക്ക് ഓടിച്ചെന്ന് സാന്ദ്ര ചോദിക്കുന്നു, അരുണേട്ടാ, എന്തു പറ്റി? രാജീവും ഹേമയും നിധിയും എല്ലാം ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. സാന്ദ്ര പറയുന്നു, എന്താന്നൊന്ന് പറ അരുണേട്ടാ. അരുൺ പറയുകയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഒന്നുമില്ല. അരുണിന്റെ കയ്യിൽ പിടിച്ച് രാജീവും സാന്ദ്രയും സോഫയിലേക്ക് ഇരുത്തുകയാണ്. ചെറിയൊരു ആക്സിഡന്റ് ആണെന്ന് അരുൺ പറയുമ്പോൾ ഹേമ ചോദിക്കുകയാണ്, ആക്സിഡന്റ് എന്നൊക്കെ പറയുന്നല്ലോ, എന്താടാ പറ്റിയത്? ഇത് കേട്ടുകൊണ്ട് സുധീഷും അവിടേക്ക് വരികയാണ്. ഹേമ പറയുകയാണ്, നീ കടയിലേക്കല്ലേടാ പോയത്, പിന്നെ എങ്ങനെ ഈ ആക്സിഡന്റ് പറ്റിയത്? അരുൺ പറയുകയാണ്, കടയിലേക്കാണമ്മേ പോയത്. പുതിയ ലോഡ് വന്നപ്പോൾ അത് ചെക്ക് ചെയ്യുകയായിരുന്നു. ഒരു വലിയ മെറ്റീരിയൽ പാഴ്സൽ കാലിലേക്ക് വന്ന് വീണമ്മേ. ഇത് കേട്ട് നിധി ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സാന്ദ്ര ടെൻഷനോടുകൂടി കാലിലേക്ക് നോക്കുകയാണ്. ഹേമയും രാജീവും മുഖത്തോട് മുഖം നോക്കുന്നു. എന്തു പറ്റി നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, കടയിലേക്ക് ഡ്രസ് മെറ്റീരിയലിന്റെ ലോഡ് വന്നായിരുന്നു. ഒരു മെറ്റീരിയൽ ബോക്സ് അരുണേട്ടന്റെ കാലിൽ വീണെന്ന്. സുധീഷ് പറയുകയാണ്, തുണിയല്ലേ നിധി? തുണി വീണതിനാണോ ഇത്രയും വലിയ കെട്ടുകെട്ടി വെച്ചിരിക്കുന്നത്? നിധി പറയുകയാണ്, തുണിയാ? 4 തുണിയാണെന്ന് വിചാരിച്ചോ? 50 കിലോ 100 കിലോ എന്നുള്ള ബോക്സ് ആയിട്ടാ വരുന്നത്. അതിലൊന്ന് കാലിൽ വീണാൽ വേദന എടുക്കില്ലേ? സംശയത്തോടു കൂടി അരുണിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, വേദനിക്കും. സാന്ദ്ര പറയുന്നു, നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? അപ്പോൾ അരുൺ പറയുകയാണ്, വേണ്ട, അതൊന്നും വേണ്ട. ടൈറ്റ് ആയിട്ട് ചുറ്റി കെട്ടിയിരിക്കുക. വൈകുന്നേരം വരെ നോക്കാം. എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. രാജീവ് പറയുന്നു, അത്രയും നേരമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. സുധീഷ് പറയുകയാണ്, അതെ, എല്ലാം ഒടുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. ഇത് കേട്ട് ഹേമ പറയുകയാണ്, അയ്യോ, എനിക്ക് പേടിയാവുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. സുധീഷിന്റെ അരികിലേക്ക് വന്ന് നിധി പതിയെ പറയുന്നു, സുധീഷേ, ഒന്ന് ചുമ്മാ തിരുന്നൂടെ? വെറുതെ എന്തിനാ അവരെ പേടിപ്പിക്കുന്നത്? സുധീഷ് പറയുകയാണ്, ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത്? 50 കിലോ 100 കിലോ എന്നൊക്കെയല്ലേ പറഞ്ഞത്? അരുൺ പറയുകയാണ്, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ കാലിന് നീര് വന്നേനെ. ഇപ്പൊ വേദനയുള്ളൂ, നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ ശരിയാകും. പെട്ടെന്ന് രാജീവ് ചോദിക്കുകയാണ്, അരുണെ, ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് നിന്നോട് പോകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അത് നീ മറന്നുപോയോ? തലയിൽ കൈവച്ച് അരുൺ പറയുകയാണ്, അച്ഛാ, ഞാനത് മറന്നുപോയി. രാജീവ് ചോദിക്കുകയാണ്, എന്താടാ ഇത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലായിരുന്നോ? ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാൽ എങ്ങനാ? ഈ ലോഡിന്റെ കാര്യമൊക്കെ പിന്നെ നോക്കിയാ പോരായിരുന്നു? ഇപ്പൊ അവിടെ പോയി നിന്ന് കാലും കെട്ടിവെച്ചോണ്ട് വന്നിരിക്കുന്നു. ഹേമ പറയുകയാണ്, അത്ര പ്രധാനപ്പെട്ട കാര്യം എന്താ രാജീവേട്ടാ? മറ്റൊരു ദിവസം ചെയ്താ പോരെ? രാജീവ് പറയുന്നു, ഹേമേ, ആ ജോലി ഇന്ന് തന്നെ തീർത്തേ പറ്റൂ. അത്ര പ്രധാനപ്പെട്ട കാര്യമാ, മാറ്റി വെക്കാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങൾ ഒരു സ്ഥലത്ത് എത്തിക്കണം. സാന്ദ്ര ചോദിക്കുന്നു, അച്ഛാ, വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിച്ചൂടെ അത്?
രാജീവ് പറയുകയാണ് പറ്റില്ല മോളെ, പുറത്തുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അരുൺ തന്നെ പോയേ പറ്റൂ. ഇത് കേട്ട് അരുൺ പറയുകയാണ് സാരമില്ല അച്ഛാ, ഞാൻ തന്നെ പോയിട്ട് വരാം. രാജീവ് ചോദിക്കുകയാണ് നീ എങ്ങനാടാ പോവുക, നടക്കാൻ പറ്റാതെ ഞൊണ്ടിയാ വന്നത്, ഈ കാലം വെച്ച് 100 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാടാ? നിധി ചോദിക്കുന്നു അച്ഛാ 100 കിലോമീറ്റർ പോണോ? രാജീവ് പറയുകയാണ് അതെ അവിടെ അവരെ വെയിറ്റ് ചെയ്യുക മോളെ, ഇന്ന് ആ സാധനങ്ങൾ കൈമാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ വലിയ റിസ്കാ മോളെ. ഇത് കേട്ട് നിധി അരുണിനെ നോക്കുമ്പോൾ കാലുവേദന സഹിക്കാനാകാതെ ഇരിക്കുകയാണ് അരുൺ. നിധി പറയുകയാണ് നമ്മുടെ മാനേജർ ഇല്ലേ അച്ഛാ, അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്. രാജീവ് പറയുന്നു അങ്ങനെയല്ല മോളെ, ഈ കാര്യത്തില് മറ്റാരെയും വിശ്വസിക്കാൻ പറ്റില്ല, ഞാനോ അരുണോ തന്നെ അത് ചെയ്യണം, ഞാൻ തന്നെ പോയിട്ട് വരാം. ഹേമ ചോദിക്കുന്നു രാജീവ് ഏട്ടാ നിങ്ങൾ എങ്ങനെ അത്രയും ദൂരം വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി ബാക്ക് പെയിൻ ഉള്ളതല്ലേ, നിങ്ങൾ അധിക നേരം നിൽക്കാൻ പാടില്ല, ഡ്രൈവ് ചെയ്യരുതെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എങ്ങനെയാ നിങ്ങൾ അത്രയും ദൂരം പോയിട്ട് വരിക? അരുൺ പറയുന്നു അച്ഛാ ഞാനൊന്ന് പറയട്ടെ, നമുക്ക് സുധീഷിനെ പറഞ്ഞു വിട്ടാലോ? ഇത് കിട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും നിധിയും. സുധീഷ് മനസ്സിൽ പറയുകയാണ് ഇതെന്താ എന്നെ വെച്ച് പ്ലാൻ ചെയ്യുന്നത്? സുധീഷോദ രാജീവ് ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ് അതെ അച്ഛാ, സുധീഷ് തന്നെ പോയിട്ട് വരട്ടെ, സുധീഷ് നമ്മുടെ വീടിന്റെ മരുമകനല്ലേ, സുധീഷിനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റാരെയാ വിശ്വസിക്കുക? സുധീഷ് മനസ്സിൽ പറയുന്നു ഇവരെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. രാജീവ് പറയുകയാണ് അരുൺ പറഞ്ഞത് ശരിയാ മോനെ, നീ പോയിട്ട് വരുമോ? ഞാനൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ് അതെ സുധീഷ്, വന്ന ഉടനെ ഞാൻ ജോലി ഏൽപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്, ആക്ച്വലി വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണിത്, വേറെ ആർക്കും ഇത് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, പ്ലീസ് സുധീഷ് തന്നെ പോയിട്ട് വരുമോ? സുധീഷ് പറയുകയാണ് അത് ശരിയാകില്ല. അരുൺ പറയുകയാണ് സുധീഷ് തെറ്റിദ്ധരിക്കണ്ട, ശരിക്കും ഞാനായിരുന്നു പോകേണ്ടത്, ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല, എനിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല, ഈ കാലം വെച്ച് ഞാൻ എങ്ങനെ അത്രയും ദൂരം പോവുക? രാജീവ് പറയുകയാണ് സുധീഷ് പ്ലീസ് സുധീഷ് തന്നെ പോയിട്ട് വരുമോ? സംശയത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ് ഇവര് സത്യസന്ധമായിട്ടാണോ പറയുന്നത്, അതോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇവരെ വിശ്വസിക്കണോ വേണ്ടയോ? അരുൺ കാലുവേദന സഹിക്കാനാകാതെ ഇരിക്കുമ്പോൾ സാന്ദ്ര ചോദിക്കണം അയ്യോ എന്തു പറ്റി? രാജീവ് ചോദിക്കുന്നു സുധീഷ് എന്താ ആലോചിക്കുന്നത്? അവൾ നിധി പറയുകയാണ് അച്ഛൻ ചോദിക്കുന്നതല്ലേ, പോയിട്ട് വാ, അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ സുധീഷ് പോണം, അച്ഛൻ ഇങ്ങനെ ആരോടും ചോദിച്ചിട്ടേ ഇല്ല, അച്ഛൻ ഇത്രയൊക്കെ വിശ്വസിക്കുന്നത് തന്നെ വലിയ കാര്യമാ, പോയിട്ട് വാ സുധീഷെ പ്ലീസ്. പുഞ്ചിരിച്ച നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് ശരി എന്ന് പറഞ്ഞ് തലയാട്ടുകയാണ്. സന്തോഷത്തോടു കൂടി നിധി പറയുന്നു അച്ഛാ സുധീഷ് പോയിട്ട് വരും. രാജീവ് പറയുകയാണ് താങ്ക്സ് സുധീഷ്, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമേ. അങ്ങനെ രാജീവ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷും നിധിയും സംശയത്തോടു കൂടി നിൽക്കുകയാണ്. ഒരു ബാഗും കവറുമായി അവിടേക്ക് വന്ന രാജീവ് ബാഗ് അവിടേക്ക് വെച്ചിട്ട് കവറിൽ നിന്നും കുറെ പണവും സ്വർണ്ണ ബിസ്ക്കറ്റും ഒക്കെ എടുത്തു വെക്കുകയാണ്. നിധി ചോദിക്കുന്നു അച്ഛാ എന്താ ഇത്, ഇത്രയും പണവും ഗോൾഡും ഒക്കെ ഉണ്ടോ? രാജീവ് പറയുകയാണ് അതുകൊണ്ടാ മോളെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാൻ ഭയന്നത്. അതെല്ലാം കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് സുധീഷ്. ഇതെല്ലാം ബിസിനസ്സിൽ നിന്നും കിട്ടിയ പണമാ, ബാങ്ക് വഴി മാറ്റിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ടാ കുറച്ച് ക്യാഷും ഗോൾഡുമായി കൈമാറ്റം നടത്തുന്നത്, ഇതെല്ലാം ഇന്ന് തന്നെ അവരുടെ കയ്യിൽ എത്തിക്കണം. അങ്ങനെ പണവും ഗോൾഡും എല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ് രാജീവ്. സുധീഷ് ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. രാജീവ് പറയുകയാണ് ഇതെല്ലാം വീട്ടിൽ വെക്കുന്നത് റിസ്ക് ആണ്. തുടർന്ന് ബാഗ് എടുത്ത് സുധീഷിന്റെ നേരെ നീട്ടിക്കൊണ്ട് രാജീവ് പറയുന്നു ഇതാ സുധീഷ്. ബാഗ് വാങ്ങാൻ മടിച്ച് നിധിയെ നോക്കുകയാണ് സുധീഷ്. രാജീവ് ചോദിക്കുന്നു എന്താ ഇത്ര ആലോചിക്കാൻ? പിടിക്ക് സുധീഷെ, ഇത്രയും പണവും സ്വർണവും എല്ലാം എങ്ങനെയാ കൊണ്ടുപോകുക എന്നാലോചിച്ച് പേടിക്കണ്ട, കാറിൽ ഇതുണ്ടെന്നുള്ള കാര്യം തന്നെ മറന്നേക്ക്, ക്യാഷ്വലായി വണ്ടി ഓടിച്ചോണ്ട് പോയാൽ മതി, കൂടുതൽ സമയവും ഹൈവേയിലാണ് വണ്ടി ഓടിക്കുന്നത്, പോലീസുകാർ ഒന്നും തടയില്ല, സുധീഷ് ഇവിടുന്ന് വണ്ടി എടുത്താൽ ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്ത് ചെന്ന് വണ്ടി നിർത്തുകയുള്ളൂ, പിടിക്കങ്ങോട്ട് സുധീഷെ. സുധീഷ് മടിച്ചു നിൽക്കുമ്പോൾ നിധി പറയുകയാണ് വാങ്ങിച്ചോ സുധീഷ്. രാജീവ് പറയുന്നു പിടിക്കും മോനെ. സുധീഷ് പണവും സ്വർണവും ഉള്ള ആ ബാഗ് രാജീവിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ്. അരുണും ഹേമയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. രാജീവ് പറയുന്നു സുധീഷ് അതിന്റെ സിബ് അടച്ചേക്കണേ. ഇത് കേട്ട് സുധീഷ് ബാഗിന്റെ സിബ് അടയ്ക്കുകയാണ്. രാജീവ് പറയുന്നു സുധീഷ് ഇവിടെ ഉണ്ടായിരുന്നത് കാര്യമായി, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അരുൺ സുധീഷിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നിധി അരുണിനെ ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് കാലിന്റെ വേദന സഹിക്കാനാകാത്ത രീതിയിൽ ഇരിക്കുകയാണ് അരുൺ. എന്തു പറ്റിയെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ് സാന്ദ്ര വേദന കൂടുന്നത് പോലെ തോന്നുന്നു. രാജീവ് പറയുകയാണ് അവൻ വലിയ ഡോക്ടറാണല്ലോ, കാലിന് ഒരു കുഴപ്പമില്ലെന്ന് അവൻ തന്നെ കണ്ടുപിടിച്ചു. സുധീഷ് പറഞ്ഞതുപോലെ ഫ്രാക്ചർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. സാന്ദ്ര പറയുകയാണ് അതെ അരുണേട്ടാ, ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം, എനിക്ക് നല്ല പേടിയുണ്ട്. അരുൺ പറയുന്നു ശരി അച്ഛാ, സുധീഷ് ആദ്യം പോകട്ടെ, സുധീഷിനല്ലേ ഒരുപാട് ദൂരം പോകേണ്ടത്. രാജീവ് പറയുകയാണ് അത് ശരിയാ സുധീഷ്, ഞാൻ സുധീഷിന് ലൊക്കേഷൻ അയക്കാം. അങ്ങനെ രാജീവ് ലൊക്കേഷൻ അയച്ചിട്ട് പറയുന്നു ഫോൺ എടുത്ത് നോക്ക് സുധീഷ്. വന്നിട്ടുണ്ടെന്ന് ഫോണിൽ നോക്കി സുധീഷ് പറയുമ്പോൾ രാജീവ് പറയുകയാണ് എന്റെ മരുമകനാ വരുന്നതെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞോളാം. അരുണേ ഒരു മിനിറ്റ്, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ, നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകാം. വേദന സഹിക്കാനാകാതെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് അരുൺ. ടെൻഷനോടുകൂടി നിൽക്കുന്ന സുധീഷിനോട് നിധി ചോദിക്കുന്നു എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ് മുഖത്ത് എന്തു പറ്റി? മുഖം തുടച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുകയാണ് സോപ്പ് എന്തെങ്കിലും ഉണ്ടോ? നിധി പറയുകയാണ് അതല്ല, ഒരിക്കലും ഇല്ലാത്തതുപോലെ സുധീഷിന്റെ മുഖത്തൊരു ഭയം കാണുന്നു, അതാ ചോദിച്ചത്. സുധീഷ്
സുധീഷ് പറയുകയാണ് ആരുടെ മുഖത്ത് നോക്കിയാ ഭയപ്പെടുന്നോ എന്ന് ചോദിക്കുന്നത്. എനിക്ക് ഭയമൊന്നുമില്ല. നിധി ചോദിക്കുന്നു അങ്ങനെയാണോ? കണ്ട പക്ഷേ അങ്ങനെ തോന്നുന്നില്ലല്ലോ. സുധീഷ് ചോദിക്കുന്നു നിധിക്ക് വെയിറ്റ് എത്രയുണ്ട്? അതെന്തിനാ അറിയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ് ചുമ്മാ പറയുന്നേ. നിധി പറയുന്നു 48. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ് ആരുടെ അടുത്തായി പറയുന്നത്? 55 കിലോ ഇല്ലേ? ഒന്ന് പതിരി നിധി പറയുകയാണ് അങ്ങനെയല്ല 52. സുധീഷ് പറയുന്നു അപ്പം 4 കിലോ കുറവാണ് പറഞ്ഞത്. നിധി ചോദിക്കുകയാണ് ഇപ്പൊ എന്തിനാ വെയിറ്റ് ഒക്കെ ചോദിക്കുന്നത്? സുധീഷ് പറയുന്നു 52 കിലോ ഉള്ള നിധിയെ സുരക്ഷിതമായി ഞാൻ തിരുവനന്തപുരത്ത് എത്തിച്ചില്ലേ. അതിനിടയില് റണ്ണിങ്ങും ചേസിങ്ങും. അതിന്റെ മുന്നില് ഇതൊന്നുമല്ല. അങ്ങനെയാണല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞ പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് സുധീഷ്. നിധിയും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുന്നു. അവിടേക്ക് വന്ന രാജീവ് പറയുന്നു സുധീഷെ 2 മണിക്കൂറിനുള്ളിൽ സുധീഷ് അവിടെ എത്തുമെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാ കാറിന്റെ കീ. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. സൂക്ഷിച്ചു പോയിട്ട് വാ. സുധീഷ് പറയുന്നു ശരി നിധി പോയിട്ട് വരാം. അപ്പൊ നിധി പറയുകയാണ് സൂക്ഷിച്ചു പോണേ സുധീഷെ. ശരി എന്ന് പറഞ്ഞ സുധീഷ് പുഞ്ചിരിച്ച് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ബാഗുമായി അവിടെ വന്ന് പോകുമ്പോൾ നിധിയും പിന്നാലെ പോവുകയാണ്. അരുണിനെ ഒന്ന് നോക്കിയിട്ട് രാജീവും ഹേമയും അവരുടെ പിന്നാലെ പോകുന്നു. ബാഗ് കാറിലേക്ക് വെച്ച് സുധീഷ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ നിധി പറയുന്നു സുധീഷ് സൂക്ഷിച്ചു പോണേ. ശരി എന്ന് സുധീഷ് പറയുമ്പോൾ ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് നിധി ടാറ്റ കാണിക്കുകയാണ്. ബൈ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി സുധീഷ് പോകുന്നത് നോക്കി നിൽക്കുന്ന രാജീവിനെ ശ്രദ്ധിക്കുകയാണ് ഹേമ. നിധി ടെൻഷനോട് കൂടി നിൽക്കുന്നു. തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പണവും സ്വർണവും ഇരിക്കുന്ന ബാഗിലേക്ക് നോക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു നിധിയുടെ ജീവിതത്തിൽ നിന്നും എന്നെ ഒഴിവാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. പിന്നെ എങ്ങനാ ഇത്രയും റിസ്ക് ഉള്ള ഒരു കാര്യം എന്നെ വിശ്വസിച്ചേൽപ്പിച്ചത്? വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഒരു സൈഡിൽ കൂടെ ആലോചിക്കുമ്പോൾ അവരെന്തോ വലിയൊരു നാടകം കളിക്കുകയാണെന്ന് തോന്നുന്നു. മറ്റൊരു സൈഡിൽ കൂടെ ആലോചിക്കുമ്പോൾ പാവം അവർക്കിപ്പോൾ എന്റെ സഹായം വേണ്ടതുപോലെ തോന്നുന്നു. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പറയുകയാണ് ഞാൻ എന്തിനാ ഇത്രയൊക്കെ ആലോചിക്കുന്നത്? എന്റെ ഭാര്യയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നു. അത് നന്നായി ചെയ്തു കൊടുക്കാം. നന്നായി ചെയ്തു കൊടുത്താൽ ആപത്തിൽ സഹായിച്ച എനിക്ക് നല്ലൊരു പേര് കിട്ടും. അവരെല്ലാവരും പതിയെ എന്നെ അംഗീകരിച്ചു തുടങ്ങും. പിന്നെ നിധിക്ക് എന്നോട് പ്രണയവും തോന്നി തുടങ്ങും. നടക്കുന്നതെല്ലാം നിനക്ക് അനുകൂലമാണ് സുധീഷെ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് കാണുകയാണ് റോഡിൽ ഒരു ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതായും ഒരാൾ താഴെ വീണ് കിടക്കുന്നതായും. അയാൾ തലയിൽ കൈവച്ച് പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കാനായി ശ്രമിക്കുകയാണ്. അയാളെ ശ്രദ്ധിക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ് അയാൾ എന്താ ചെയ്യുന്നത്? ആക്സിഡന്റ് പറ്റിയതാണോ? അയാൾ നടക്കാനാകാതെ കൈ കാണിച്ച് പതിയെ വണ്ടിയുടെ മുന്നിലേക്ക് വരികയാണ്. വണ്ടി നിർത്തി സംശയത്തോടുകൂടി അയാളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി സുധീഷ് ചോദിക്കുന്നു ചേട്ടാ എന്തു പറ്റി? ആക്സിഡന്റ് പറ്റിയതാണോ? രക്ഷിക്കണേന്ന് അയാൾ പറയുമ്പോൾ ബൈക്ക് എടുത്ത് നേരെ വെച്ച് കൊടുക്കുകയാണ് സുധീഷ്. ഈ സമയം മാറിങ്ങിരിക്കുന്ന 3-4 ഗുണ്ടകൾ അവിടെ കൂടി വരികയാണ്. ആ ഗുണ്ടകൾ സുധീഷിനെ ബലമായി പിടിക്കുമ്പോൾ വിടടാന്ന് പറഞ്ഞ ബഹളം വെക്കുകയാണ് സുധീഷ്. ആക്സിഡന്റ് പറ്റിയതായി അഭിനയിച്ച അയാൾ സ്കൂട്ടറിലേക്ക് കയറിയിരിക്കുകയാണ്. ഗുണ്ടകളിൽ ഒരാൾ കാറിൽ നിന്നും ബാഗ് എടുത്ത് തുറന്നു നോക്കുകയാണ്. ഇത് കണ്ട് സുധീഷ് പറയുന്നു ആ ബാഗിൽ തൊട്ടുപോകരുത്. പണവും സ്വർണവും ഉള്ള ബാഗുമായി ഒരു ഗുണ്ട ആക്സിഡന്റ് പറ്റിയതുപോലെ അഭിനയിച്ചു കിടന്ന അയാളുടെ ബൈക്കിന്റെ പിന്നിലേക്ക് കയറുകയാണ്. അവർ ബൈക്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് നിക്കട അവിടെ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടി പോവുകയാണ്. ഗുണ്ടകൾ ബലമായി സുധീഷിനെ പിടിച്ചു മാറ്റുകയാണ്. എന്നെ വിടടാന്ന് പറഞ്ഞ് സുധീഷ് ബഹളം വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും ഗുണ്ടകൾ ബലമായി സുധീഷ് വന്ന കാറിലേക്ക് തന്നെ പിടിച്ചു കയറ്റുകയാണ്. അവർ സുധീഷിനെ ആ വണ്ടിയിൽ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. തുടർന്ന് നിഹാരികയുടെ ഒപ്പം ഇരുന്ന് കളിക്കുകയാണ് നിധി. ഹോസ്പിറ്റലിലേക്ക് പോയ അരുണിനെയും രാജീവിനെയും കാണാതെ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് സാന്ദ്രയെ ശ്രദ്ധിക്കുന്ന നിധി ചോദിക്കുന്നു ഏട്ടത്തി എന്താ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത്? സാന്ദ്ര പറയുകയാണ് ഞാനും അരുണേട്ടനും കൂടെ പോകാന്ന് പറഞ്ഞതാ. എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. എന്താ ഏതാന്നറിയാത്തത് കൊണ്ട് ഒരു പേടി. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഹേമ പറയുകയാണ് മോളെ സാന്ദ്രെ അവൻ ഒരു കുഴപ്പമില്ല, നീ വെറുതെ പേടിക്കാതെ. നിധി പറയുന്നു ഏട്ടത്തി അരുണേട്ടന് ഒന്നും പറ്റില്ല, ഏട്ടത്തി സമാധാനമായിട്ടിരിക്കെ. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് രാജീവും അരുണും. കാറിൽ നിന്നും ഇറങ്ങിയ അരുണിനെ താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്ന രാജീവ് പതിയെ പറയുകയാണ് അരുണെ ഞാനൊരു സൈഡിൽ നിന്നും അങ്ങ് തുടങ്ങാം, ബാക്കി കാര്യം നീ നോക്കിക്കോണം. അരുൺ പറയുന്നു ശരി അച്ഛാ. രാജീവ് പറയുകയാണ് പതിയെ വാടാ. അങ്ങനെ അരുണിനെ താങ്ങി പിടിച്ച് രാജീവ് അകത്തേക്ക് വരുമ്പോൾ സാന്ദ്ര അരുണേട്ടാന്ന് വിളിച്ച് അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. അരുണിന്റെ കയ്യിൽ പിടിച്ച് സാന്ദ്ര അവിടേക്ക് ഇരുത്തുമ്പോൾ ഹേമ ചോദിക്കുന്നു രാജീവേട്ടാ എന്തു പറ്റി? ഡോക്ടർ എന്താ പറഞ്ഞത്? രാജീവ് പറയുന്നു സ്കാൻ ചെയ്ത് നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 2-3 ദിവസം റെസ്റ്റ് എടുത്താൽ അങ്ങ് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. സാന്ദ്ര ചോദിക്കുന്നു അരുണേട്ടാ ഇപ്പൊ വേദനയുണ്ടോ? അരുൺ പറയുന്നു ഇല്ല സാന്ദ്രെ ഇപ്പൊ വലിയ വേദനയില്ല. സാന്ദ്ര ചോദിക്കുകയാണ് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ടാന്ന് അരുൺ പറയുമ്പോൾ ഹേമ പറയുന്നു ഭക്ഷണം കഴിക്കാൻ സമയമായല്ലോ, നമുക്കിനിയും കഴിക്കാം. രാജീവ് പറയുകയാണ് അതെ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിച്ചിട്ട് വേണം ഗുളിക കഴിക്കാൻ, വാ നമുക്ക് കഴിക്കാം. ശരി എന്ന് പറഞ്ഞ ഹേമ അകത്തേക്ക് പോവുകയാണ്. എല്ലാവരെയും കൂട്ടി പിന്നാലെ പോവുകയാണ് രാജീവ്. തിരികെ രാജീവ് പറയുന്നു അരുണെ സൂക്ഷിച്ചു വരണേ. അരുണിന്റെ കയ്യിൽ പിടിച്ച് ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ് സാന്ദ്ര. തുടർന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. തുടർന്നുള്ള
റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്